ഹായ് സുഹൃത്തുക്കളെ, ആരിച്ചാട്ടോ ആരിസ് വൈത്തിരിയാണ്. അപ്പോൾ നമ്മൾ ഈ റമദാൻ മാസമുള്ള കിറ്റ് കൊടുക്കലൊക്കെ ഏകദേശം ഇന്നത്തോടു കൂടി തൽക്കാലം അവസാനിക്കുകയാണ്. ഇനി മറ്റുള്ള ദിവസങ്ങളിൽ എനിക്ക് വല്ല വർക്കിൽ വല്ല ലാഭം മറ്റുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹരായ ആളുകൾക്ക് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും കിറ്റ്. അപ്പോൾ ഈ ഒരു റമദാൻ കിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പം കുറവാട്ടോ. കണ്ടോ, അതായത് എന്തൊക്കെ ഇതിലുള്ളത് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ എനിക്ക് ഫണ്ടൊക്കെ കഴിഞ്ഞതുകൊണ്ടേ ഞാൻ 2 കിറ്റിനുള്ള പൈസ ഞാൻ കയ്യിൽ നിന്ന് എടുത്തതാണ്. കുറച്ച് ഫണ്ട് ഈ നോമ്പിന് ഈ ഭക്ഷണം കൊടുത്തില്ലേ, നമ്മൾ റോഡ് സൈഡിൽ വണ്ടിക്ക് കൈയാട്ടി ഭക്ഷണം കൊടുത്തില്ലേ, അതിനൊക്കെ പാടെ കുറച്ച് ചിലവായതുകൊണ്ട് ഫണ്ട് തികയാതായി. അപ്പോൾ ഒരു 7 കിറ്റെങ്കിലും നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് 7 കിറ്റ് തേച്ചാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഉള്ളത്. അതായത് അത്ര അർഹരായ ആളുകൾക്ക് ഒന്ന് പെരുന്നാൾ കഴിക്കണമെങ്കിൽ ഇതൊക്കെ ഒരു അത്യാവശ്യ കാര്യമല്ലേ. 1.5 കിലോ അരി ഉണ്ടാവും, നെയ്ച്ചോരരി, 1 കിലോ പഞ്ചസാര, 1 കിലോ ഉള്ളി, 1/2 കിലോ തക്കാളി, 100 പച്ചമുളക്, 1 കിലോ ഉപ്പ്, ഒരു ഡാൽഡൻ്റെ ഒരു ചെറിയ പാക്ക്, അതുപോലെ ഒരു പപ്പടം, ഒരു സേമ്യം, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയൊരു പാക്ക്, പിന്നെ ചെറിയൊരു ആർക്കേജിൻ്റെ ഒരു പാട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. എന്നാലും അത്യാവശ്യം ഒരു സന്തോഷമാണ് രീതിയിലുള്ള സാധനമുണ്ട്. കൊടുക്കുന്നവർക്കൊരു റാഹത്ത് വേണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഫണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം കൊണ്ട് ഞാൻ ആ ചിക്കൻ ഏതായാലും തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇതന്നെ ഭയങ്കര റാഹത്തായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമുക്ക് ഈ കിറ്റുകളൊക്കെ തന്ന് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തന്ന് സഹായിച്ച ആളുകൾക്ക് വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് നമുക്കിത് കൊണ്ടുപോയി കൊടുക്കുന്ന വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.